இன் ஃபியூச்சர் எனக்கு சும்மா மைண்டில் இருக்கிற சில விஷயங்கள் ஓப்பனாக உங்ககிட்ட ஷேர் பண்ணிக்கிறேன். இது எப்போ நடக்கும் ஏதுலாம் எனக்கு தெரியாது. சும்மா ஒரு உங்ககிட்ட ஷேர் பண்ணிக்கணும்னு ஆசைப்படுறேன். இன் ஃபியூச்சர் தமிழ் மக்களுக்கும் உலக தமிழர்களுக்கும் ஒரு நல்லது நடக்குதுன்னா கண்டிப்பாக நான் களத்தில் இறங்கி அவங்களுக்காக பாடுபடுவேன். இன்னைக்கு நான் நல்லா இருக்கிறதுக்கு காரணம் அந்த தமிழர்கள் தான். വർഷം 2013 ചെന്നൈയിലെ നെഹ്റു സ്റ്റേഡിയം സാക്ഷി. ഇന്ത്യൻ സിനിമയുടെ 100ാം വാർഷികം അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ ആഭിമുഖ്യത്തിൽ അരങ്ങ് തീർക്കുമ്പോൾ ഒരു യുവതാരത്തിന് ഇരിപ്പിടം നിഷേധിക്കപ്പെടുന്നു. ജൂനിയർ താരങ്ങൾക്ക് പോലും മുൻനിരയിലിരിക്കാൻ അവസരം നൽകിയപ്പോൾ വിജയ് എന്ന ജനപ്രിയ നടൻ ആൾക്കൂട്ടത്തിൽ ഒരുവനായി ഒതുക്കപ്പെട്ടു. എന്നാൽ പരാതികൾ ഏതുമില്ലാതെ ശാന്തനായി അവിടെ ഇരുന്ന മനുഷ്യൻ 13 വർഷങ്ങൾക്കിപ്പുറം തമിഴ്നാടിന്റെ പരമ്പരാഗത രാഷ്ട്രീയ കോട്ടകളെല്ലാം ഇളക്കി മറിച്ചുകൊണ്ട് പൊതുചരിത്രം എഴുതി തമിഴകത്തിന്റെ തന്നെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നു. വിധിയുടെ തിരക്കഥയിൽ ചില നിയോഗങ്ങളുണ്ട്. അന്ന് എവിടെ വെച്ച് അപമാനിക്കപ്പെട്ടോ ആ സിംഹാസനത്തിലിരുന്ന ജയലളിതയുടെ അതേ കസേരയിലേക്ക് 9 കോടി ജനതയുടെ നായകനായി അയാൾ വരികയാണ്. അതെ, ഇന്നേരം കാതിൽ മുഴങ്ങി കേൾക്കുന്നത് അണ്ണന്റെ ആ വരികൾ തന്നെയാണ്. Kill them with your success, bury them with your smile. സിനിമയിൽ വിജയ് അണ്ണന്റെ ഒരു സ്റ്റൈലുണ്ട് കേട്ടോ. പെട്ടെന്നൊരു മാസ് എൻട്രി, പിന്നെ വില്ലന്മാർക്കെതിരെ ഒരു സ്വിഫ്റ്റ് ആക്ഷൻ. ഇതേ ആക്ഷൻ പുള്ളി എന്താ ചെയ്തെന്ന് പറയുമ്പോൾ ഭരണത്തിലും കാണിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അത് വില്ലന്മാർക്കെതിരെ ആയിപ്പോയില്ല. സ്വന്തം തീരുമാനത്തിന് നേരെ തന്നെ ഒരു യു ടേൺ അടിക്കേണ്ടി വന്നു. തമിഴ്നാട്ടിലെ TVK പാർട്ടിയുടെ ആ ഒരു ഗംഭീര വിജയത്തിന് ശേഷം ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് നമ്മളൊക്കെ കണ്ടതാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും ഒരുപോലെ തരംഗമായിട്ടുള്ള ആ വിജയത്തിന് തൊട്ട് പിന്നാലെ ഭരണം ഒന്ന് ആസ്വദിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ പുള്ളി വലിയൊരു വിവാദത്തിലേക്ക് അങ്ങോട്ട് വീണു. മറ്റൊന്നുമല്ല, തന്റെ പേഴ്സണൽ അസ്ട്രോളജർ ആയിട്ടുള്ള റിക്കി രാധൻ പണ്ഡിറ്റ് വെട്രിവേലിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു സുപ്രധാന പദവിയിൽ, അതായത് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കി. സംഗതി സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയത്തിലൊക്കെ അത് കത്താൻ തുടങ്ങിയതോടെ വെറും 24 മണിക്കൂറിനുള്ളിൽ ആ ഒരു ഓർഡർ റദ്ദാക്കേണ്ടി വന്നു. സിനിമയിലെ മാസ് ഡയലോഗ് പോലെയല്ല യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പുള്ളിക്കാരൻ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ പഠിച്ചു കാണും. നമ്മള് ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്, തമിഴ്നാടിന്റെ മണ്ണിലെ ഈ ഒരു നീക്കം എത്രത്തോളം വലിയൊരു മണ്ടത്തരമായിരുന്നു എന്നുള്ളതാണ്. കാരണം തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറയുന്നത് പെരിയാറിന്റെയും അണ്ണാദുരയുടെയും ഒക്കെ യുക്തിവാദ ആശയങ്ങളിലൊക്കെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള അതിനെ ഒരു പോരാട്ടങ്ങളിൽ നിന്ന് വളർന്നു വന്ന ഒന്നാണ്. അവിടെ ഒരു നേതാവ് വ്യക്തിപരമായിട്ട് ജോത്സ്യനെയോ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളെയോ ഒക്കെ കൂട്ടുപിടിക്കുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് നേതാക്കൾ അവിടെയും ഇവിടെ ഒക്കെ ഉണ്ട് താനും. പക്ഷെ ആ ജോത്സ്യനെ ഒരു സർക്കാർ ഫയലിലേക്ക് കയറ്റി സർക്കാർ ശമ്പളത്തിൽ ഒരു ഔദ്യോഗിക പദവി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ദ്രാവിഡ രാഷ്ട്രീയ പാരമ്പര്യത്തെ തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. ഈ റിക്കി രാധൻ എന്ന് പറയുന്ന അയാളുണ്ടല്ലോ, സിനിമാക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ സ്ഥിരം ജോത്സ്യനാണ്. ഇങ്ങനെയുള്ള ഒരാളെ ഭരണത്തിലേക്ക് നേരിട്ട് ഇടപെടാൻ അനുവദിക്കുന്ന രീതിയിൽ നിയമിച്ചപ്പോൾ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും ഇടതുപക്ഷവും VCK ഒക്കെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉയർത്തി. ഇതാണോ വിജയ് പറഞ്ഞ പുതിയ തമിഴ്നാട് മോഡൽ എന്ന ചോദ്യം ആളുകളും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്ക് പ്ലേറ്റ് മാറ്റുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ശരിക്കും ഈ ഒരു വിവാദം വന്നപ്പോൾ പലരും ഓർത്തുപോയത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ജയലളിതയെ തന്നെയാണ്. ജയലളിത ജ്യോതിഷത്തിലൊക്കെ വിശ്വസിച്ചിരുന്ന ആളാണ്. തന്റെ പേരിന്റെ സ്പെല്ലിങ്ങിൽ ഒരു A അധികമായി ചേർത്തതും രാഹുകാലം നോക്കി മാത്രം തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിച്ചതൊക്കെ അത് ചരിത്രമാണ്. അവര് അത് ഒളിച്ചു വെച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളൊരു കാര്യം ആഴത്തിൽ മനസ്സിലാക്കണം, ജയലളിത ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് തമിഴ് രാഷ്ട്രീയത്തിന് തന്റെ അധികാരം പൂർണ്ണമായിട്ട് ഉറപ്പിച്ചതിന് ശേഷമാണ്. ജനങ്ങൾക്ക് അവരുടെ അഡ്മിനിസ്ട്രേഷനിലും അതുപോലെ ഭരണ മികവിലും ഒക്കെ പൂർണ്ണ വിശ്വാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇത്തരം വിശ്വാസങ്ങളെ ജനങ്ങൾ അത്ര കാര്യമാക്കിയില്ല. പക്ഷെ ഇവിടെ വിജയ് ഒരു ബിഗിനറാണ്. ഒരു പുതിയ തമിഴ്നാട്, മോഡേൺ ഗവർണൻസ് എന്നൊക്കെ പറഞ്ഞ് വോട്ട് വാങ്ങി അധികാരത്തിൽ കയറി ഉടൻ തന്നെ ജോത്സ്യനെ കൂടെ കൂട്ടിയാൽ ജനങ്ങളിൽ അത് വലിയൊരു അവിശ്വാസമാണ് ഉണ്ടാക്കുക. ജയലളിതയ്ക്ക് കിട്ടിയത് ആ ഒരു ആനുകൂല്യം വിജയ്ക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. ഇനി മറ്റൊരു വശം നോക്കുവാണെങ്കിൽ ഇന്ത്യയിലുടനീളം വലിയ മാർക്കറ്റുള്ള ഈ ഒരു റിക്കി എന്ന് പറയുന്ന അസ്ട്രോളജർക്കും ഇതൊരു വലിയ ക്ഷീണമായി പോയി. ട്രോളർമാർ ചോദിക്കുന്നത് എന്താണ്, മുഖ്യമന്ത്രിയുടെ ഭാവിയൊക്കെ പ്രവചിക്കാൻ ഇയാൾക്ക് പറ്റി, പക്ഷെ ജോത്സ്യന് സ്വന്തം കസേര തെറിക്കുമെന്നുള്ള കാര്യം പ്രവചിക്കാൻ പറ്റിയില്ലല്ലോ എന്നാണ്. വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് ഇതൊരു പക്വതയില്ലായ്മ തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ജനങ്ങളെക്കുറിച്ചും വികസന നയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്താണ് ഈ ഒരു ജോൾസൺ നിയമത്തെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്. എന്തായാലും ഗവൺമെന്റിന്റെ ഇമേജിനെ ബാധിക്കും എന്നുള്ള കാര്യം അറിയാലോ. ഗവൺമെന്റ് ബൈ അസ്ട്രോളജി എന്നുള്ള ലേബൽ വീണാൽ അത് മാറ്റിയെടുക്കാൻ പാടാണ്.
എങ്കിലും ഒരു കാര്യത്തിൽ വിജയ്ക്ക് സമ്മതിക്കണം കേട്ടോ. തന്റെ തീരുമാനം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാകുമെന്ന് കണ്ടപ്പോൾ അത് ഈഗോ വെക്കാതെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അത് തിരുത്താൻ പുള്ളി തയ്യാറായി. അതിന് വേണമെങ്കിൽ പൊളിറ്റിക്കൽ അഡോപ്റ്റബിലിറ്റി എന്നൊക്കെ വിളിക്കാം. ഏതായാലും വീഴ്ചകളിൽ നിന്ന് പഠിക്കുന്നവനാണല്ലോ നല്ലൊരു നേതാവെന്ന് പറയുന്നത്. പിന്നെ സിനിമയുടെ ലൊക്കേഷനിലൊക്കെ ആരാധകർ എന്തിനു കൂടെ ഉണ്ടാകും. പക്ഷെ സെന്റ് ജോർജ് കോട്ടയിലെ രാഷ്ട്രീയം അങ്ങനെയല്ല കേട്ടോ. അവിടെ എടുക്കുന്ന ഓരോ തീരുമാനവും ചരിത്രമാണ്. വോട്ടർമാർ സിനിമയിലെ ഫാൻസിനെ പോലെ അല്ല. അവർ കാര്യങ്ങളെ പ്രായോഗിക തലത്തിലും അതുപോലെ യുക്തിയോടെയൊക്കെ മാത്രമേ നോക്കിക്കാണൂ. ഈ അസ്ട്രോളജർ വിവാദം വിജയ്ക്ക് ആ ഒരു ഹണിമൂൺ പീരീഡ് അവസാനിപ്പിച്ചു എന്നതിന്റെ വ്യക്തമായിട്ടുള്ളൊരു സൂചനയാണ്. ഇനി അങ്ങോട്ടെടുക്കുന്ന ഓരോ ചുവടും അതീവ ശ്രദ്ധയോടെ ആയിരിക്കണം. അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിൽ ട്രോള് വാങ്ങി കൂട്ടേണ്ടി വരും. നമ്മുടെ സമൂഹത്തിൽ സിനിമയോടും താരങ്ങളോടുമുള്ള ആരാധന വളരെ വലുതാണെന്നുള്ളതും അറിയാലോ. തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ആരാധകർ തങ്ങളുടെ പ്രിയപ്പെട്ട നടനെ ദൈവതുല്യമായിട്ട് കാണാറുമുണ്ട്. എന്നാൽ ഈ ആരാധന അതേപടി വോട്ടുകളായോ അല്ലെങ്കിൽ ഭരണത്തിലുള്ള അന്ധമായ പിന്തുണയായിട്ടോ ഒന്നും മാറില്ല എന്നുള്ള സാമൂഹിക യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു സംഭവം കാണിക്കുന്നത്. സിനിമയിലെ മാസ തീരുമാനങ്ങൾ തിയേറ്ററിൽ കയ്യടി നേടുമെങ്കിലും ഭരണത്തിൽ വരുമ്പോൾ ജനങ്ങൾ യുക്തിയും പ്രായോഗികതയും ഒക്കെ നോക്കും. ആരാധകർ എന്തിനു കൂടെ നിൽക്കുമെങ്കിലും വോട്ടർമാർ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന വലിയൊരു പാഠം തന്നെ ഇതിലൂടെ വ്യക്തമാകുന്നത്. പണ്ട് കാലത്തൊക്കെ ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങി അത് ജനങ്ങളിലൊക്കെ എത്തി ചർച്ചയായിട്ട് മാറാൻ ദിവസങ്ങളോ ആഴ്ചകളോ ഒക്കെ എടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത് ആ കാലമല്ല. അതായത് ഒരു ഉത്തരവ് പുറത്തിറങ്ങി മിനിറ്റുകൾക്കകം അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. വിമർശിക്കപ്പെടുന്നതാണെങ്കിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ഈ വിവാദത്തിൽ വെറും 24 മണിക്കൂറിനുള്ളിൽ വിജയ്ക്ക് തീരുമാനം തെറ്റേണ്ടി വന്നതും സോഷ്യൽ മീഡിയയുടെയും പൊതുജനങ്ങളുടെ ഈ ഒരു ഇൻസ്റ്റന്റ് പ്രഷർ കാരണം തന്നെയാണ്. ജനങ്ങൾ ഭരണാധികാരികളുടെ ഓരോ നീക്കവും എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് നിരീക്ഷിക്കുന്നത് എന്നതിന്റെ ഒരു തെളിവ്. തമിഴ്നാടിന്റെ സാമൂഹിക പശ്ചാത്തലം പരിശോധിച്ചാൽ അവിടെ പെരിയാറിന്റെയും അണ്ണാദുരയുടെയും ഒക്കെ ആശയങ്ങളിലൂടെ വളർന്നു വരുന്ന ശക്തമായിട്ടുള്ള ഒരു യുക്തിവാദ സംസ്കാരമുണ്ട്. ജനങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ദൈവവിശ്വാസികളോ അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരോ ആണെങ്കിൽ പോലും ഭരണത്തിലേക്ക് അന്ധവിശ്വാസങ്ങളെ കൊണ്ടുവരുന്നതിൽ അവര് അംഗീകരിക്കും. എന്തായാലും അന്ധവിശ്വാസങ്ങൾക്കെതിരെ സംസാരിച്ച് അധികാരത്തിൽ വന്ന ദ്രാവിഡ രാഷ്ട്രീയ മണ്ണിൽ ഒരു ജോത്സ്യന് ഔദ്യോഗിക പദവി നൽകുന്നത് തമിഴ് സമൂഹം എത്ര പെട്ടെന്നാണ് തള്ളിക്കളഞ്ഞതെന്നത് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഒരു ഒറ്റ വിവാദത്തോടെ വിജയ് എന്ന രാഷ്ട്രീയക്കാരന്റെ ഹണിമൂൺ പീരീഡ് അവസാനിച്ചിരിക്കുകയാണ്. സിനിമയുടെ ലൊക്കേഷനിൽ നമ്മൾ കാണിക്കുന്ന മാസ് ഡയലോഗുകൾക്കും കയ്യടികൾക്കും അപ്പുറം കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതം തീരുമാനിക്കുന്ന ഒരു റിയൽ ലൈഫ് യുദ്ധക്കളമാണ് രാഷ്ട്രീയം എന്ന് പുള്ളിക്കാരൻ ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കാണും. സിനിമയിൽ ആരാധകർ എന്തിനും കൂടി ഉണ്ടാകും. അവർ നമ്മുടെ വീഴ്ചകളെ പോലും സ്റ്റൈലായിട്ട് ആഘോഷിക്കും. പക്ഷേ വോട്ടർമാർ അങ്ങനെയല്ല. അവർ കാര്യങ്ങളെ വളരെ പ്രായോഗിക തലത്തിലും യുക്തിയോടെയും മാത്രമേ നോക്കിക്കാണൂ. ഒരു പുതിയ തമിഴ്നാട് മോഡേൺ ഗവർണൻസ് എന്നൊക്കെ പറഞ്ഞ് വോട്ട് വാങ്ങിയിട്ട് ഭരണത്തിന്റെ ആദ്യ ചുവടിൽ തന്നെ അന്ധവിശ്വാസങ്ങൾക്ക് ഔദ്യോഗിക പദവി നൽകാൻ ഇങ്ങനെ ശ്രമിച്ചാൽ ഇങ്ങനെയുള്ള തിരിച്ചടികൾ ഇനിയും ഉണ്ടായേക്കാം. ഒരു കാര്യം നമ്മൾ ഓർക്കണം, തമിഴ്നാട്ടിലെ സെന്റ് ജോർജ് കോട്ടയിൽ ഇരുന്നു കൊണ്ടെടുക്കുന്ന ഓരോ ഒപ്പും ഓരോ തീരുമാനവും ചരിത്രമാണ്. അവിടെ കവടി നിരത്താൻ നോക്കിയാൽ കസേര തെറിക്കാൻ വെറും 24 മണിക്കൂർ മതിയെന്ന് വലിയൊരു സാമൂഹിക പാഠം തന്നെ തമിഴ് ജനത വിജയ്ക്ക് നൽകിയിരിക്കുകയാണ്. തന്റെ തെറ്റ് പെട്ടെന്ന് മനസ്സിലാക്കി വിജയ് അത് തിരുത്തി എന്നതും ഒരു നല്ല നേതാവിന്റെ ലക്ഷണം തന്നെയാണ്. പക്ഷേ ഇനി അങ്ങോട്ട് എടുക്കുന്ന ഓരോ ചുവടും അതീവ ശ്രദ്ധയോടെ ആയിരുന്നില്ലെങ്കിൽ പാൻ ഇന്ത്യ ലെവലിൽ ട്രോൾ വാങ്ങിക്കൂട്ടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വിജയോടുള്ള ഈ ഒരു ആദ്യത്തെ യു ടേണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പുള്ളി തെറ്റിതെറ്റിയത് പക്വതയാണോ അതോ തുടക്കത്തിലെ പാളിയതാണോ? നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സുകൾ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. രാഷ്ട്രീയ സാമൂഹിക വിശകലനങ്ങൾക്കായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.